ഇനി നമുക്കേ ഒരു അപാരം മുതലിനെ കൈ കിട്ടിക്കണം. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. മറ്റാരുമല്ല, ഹമ്മർ EV. നമുക്ക് നാട്ടിലില്ലാത്തൊരു മുതലാണ്. നാട്ടിൽ ചെറിയൊരു റീല് കണ്ടിന്യൂ, അപാര വൈറലുമാണ്, അപാര ലുക്കുമാണ്. അപ്പൊ അന്ന് മനസ്സിൽ കയറിയതാണ് ഈ ഒരു മുതല്. ദുബായിൽ വരുമ്പോൾ എന്തായാലും ഈ വണ്ടി ഒന്ന് കാണണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് മനസ്സിൽ കയറിയതിനു. അപ്പൊ ഇവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. പൊക്കിയത് ദുബായിൽ നിന്നാണ്. അതായത് പുതിയ വണ്ടിയാണ്, 0 കിലോമീറ്റർ വണ്ടിയാണ്. EV മക്കളെ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല, അപാര മുതൽ. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ തന്നെ നിന്ന് ഈ വണ്ടി നോക്കി നിൽക്കുന്നു. ഇതിൻ്റെ ലുക്കാണ് കാണണ്ടേ. കംപ്ലീറ്റ് ഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണട്ടോ. നിങ്ങൾ കാണേണ്ട ഒരു മുതൽ തന്നെയാണ്. എനിക്ക് സംഭവബഹുലമായ വണ്ടി കേട്ടോ. ഇത് ലോകമാണ്, ലോകം. അതായത് 5 സീറ്റർ വാഹനമാണ്. പക്ഷെ വണ്ടിൻ്റെ നീളവും വീതിയും വലിപ്പവും ഹൈറ്റൊക്കെ കണ്ടാണ്ടല്ലോ, അപാര മുതലാണ്. EV ആണ് കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ അങ്ങനെ കാല് വെക്കുമ്പോഴത്തേന് സാധനം ഇങ്ങനെ ചാടുകയാണ്, കുതിര ചാടുന്ന മാതിരി ചാടുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തു നോക്കി. കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ലൈസൻസ് ഇന്റർനാഷണലി ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഹൈവേയിലൊന്നും ഓടിച്ചിട്ടില്ല, ഇവരെ ട്രാക്കിലൊക്കെ ഒന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ലുക്കൊക്കെ നിങ്ങൾ, ഡോറിൻ്റെ ഒക്കെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അപാരം മുതലാട്ടോ സാധനം. ഇത് സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ റൂഫാണ്, ഇതൊക്കെ കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. 4 റൂഫായിട്ടാണ് കിടക്കുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ കിഡിലെ ലുക്ക്. ഇതിന്റെ ടയർ ഉണ്ടോ, ഫ്രണ്ട് ഓടിനെ പോലെ തന്നെ ബാക്ക് ഓടി അല്ലേ, ബാക്ക് ഓടി. അപ്പൊ അതൊന്ന് വീഡിയോയിൽ ജസ്റ്റ് ആ ഷോട്ടോ നിങ്ങളെ കാണിക്കാട്ടോ. ഫ്രണ്ട് ഓടിക്കണ അതേപോലെ തന്നെ ബാക്ക് ഓടി. ഇതാണ്ടോ ഹമ്മർ EV എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കംപ്ലീറ്റ് ക്യാമറയാണ്, 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫ്രണ്ട് ഭാഗം കൊണ്ടാണ് ഇതിന്റെ ലുക്ക് കിടക്കുന്നത്. കാരണം ആ ഹമ്മർ എന്നില്ലേ, ഈ ഫ്രണ്ട് ഭാഗം കൊണ്ട് നോക്കുമ്പോൾ തന്നെ സാധനം ഹമ്മറാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഹമ്മർ എന്നുള്ള കറക്റ്റ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ബാഡ്ജിങ് ഈ LED ഉള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾ കറക്റ്റ് ഒരു ഭീകര ലുക്കിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. പിന്നെ ഇത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഇത്രത്തോളം ഹൈറ്റ്, ഇനി ഹൈറ്റ് കൂട്ടട്ടോ. ഇപ്പം ഞങ്ങൾ വന്ന് വണ്ടി നിർത്തിയതിന് ശേഷം ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ആയതാണ്. ഇത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇത് ഫുഡ് സ്റ്റെപ്പൊക്കെ അവിടെ ഫിക്സഡാണ്, അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഞങ്ങൾ മോനെ മൂതി തീരുന്നില്ല കണ്ടിട്ട്, അങ്ങനെ തന്നെ പറയണം. ഇതാണ് ഞങ്ങൾ സ്റ്റിയറിങ്ങിലും ഹമ്മർ EV എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ഓണാണ്. ഇപ്പോൾ വണ്ടി ഓണായി. പിന്നെ ഇലക്ട്രിക് കാറാകുമ്പോൾ അറിയാലോ, വണ്ടിക്കൊരു മുണ്ടാട്ടം ഉണ്ടാവില്ല. പക്ഷേ ഇലക്ട്രിക് കാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വണ്ടിൻ്റെ ഇല്ലാതെ പവർ ഇത് തോന്നിക്കുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ഈ ടാബ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സിസ്റ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കാണിക്കാം, ഒരു മിനിറ്റ്. ഇതിൻ്റെ മാപ്സ്, ഗൂഗിൾ അസിസ്റ്റ് കാര്യങ്ങൾ, എല്ലാവിധ സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ AC കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം നോക്കിയേ, ഒരു ഫ്ലൈറ്റത്തെ സിസ്റ്റം മോഡൽ അല്ലേ. ഇപ്പോൾ ഡ്രൈവ് മോഡായി. അതേപോലെ മാറുമ്പോൾ നമുക്ക് മീറ്ററിലൊക്കെ കാണാൻ പറ്റും. റിവേഴ്സ് കണ്ടോ, ക്യാമറ സിസ്റ്റം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയായിട്ടുള്ളത്. പാർക്കിംഗ് ഗിയർക്ക് ഇവിടെ ഒറ്റ പ്രസ്സിൽ പാർക്കിങ്ങും മാറാൻ പറ്റും. അതേപോലെ ഇതാണ്ടോ എയർ സസ്പെൻഷന് കാര്യങ്ങൾ, വണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അത് പിന്നെ 4 വീൽ ഡ്രൈവ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് പറയണ്ട. ഈ ഹമ്മർ എന്ന് പറയുന്ന സാധനത്തിനെ ഒരു ഓഫ് റോഡ് ഡ്രൈവിനൊന്നും പരിചയപ്പെടുത്തണ്ടല്ലോ. ഇതാണ്ടോ വീൽ ഓടിക്കുമ്പോൾ അവിടെ കിടക്കുന്നുണ്ടോ, അതാണ് ഞങ്ങൾ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കും ഫ്രണ്ടും ബാക്കും നമുക്ക് ഓടിച്ചുപയോഗിക്കാൻ പറ്റും. ഫ്രണ്ടും ബാക്കും ഓടിക്കാൻ പറ്റും. ഇത് ഓടിക്കണം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലുക്കൊന്ന് കാണി, വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ലുക്ക് എങ്ങനെ ഉണ്ട് ഒന്ന് പറയുന്നത്. അയ്യോ അതോരെ സ്റ്റൈലാട്ടോ. ഇതിന്റെ ബാക്ക് ഭാഗം കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഇതിന്റെ പ്രത്യേകത എന്താ, ഇത്രയും വലിയ വണ്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ഒരു പിന്നെ അത്രയും ഒടിവ് ഇട്ടുണ്ട്. ഏത് സ്ഥലത്തും നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും. ഇനി ഒന്നും പാടെ കാണിച്ചു തരാം. ഈ സ്റ്റിയറിംഗ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഈ ഡിഗ്രിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് ഇത്രയും വലിയൊരു വണ്ടിയാണ് ഇത്രയും ചെറിയൊരു ഗ്യാപ്പിലിട്ട് ഞാൻ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മക്കളെ, ഇതിന്റെ വണ്ടിപ്രാന്തന്മാരൊക്കെ ഈ സാധനം കണ്ടാണ്ടല്ലോ ഇതിന്റെ അടുത്തൊന്നും പോകൂല. കാരണം എനിക്ക് ഇതിന്റെ കണ്ടിട്ട് ഇതിന്റെ കലിപ്പ് തീരുന്നില്ല ഹൈവേയിൽ ഓടിക്കാല്ലേ. എന്തായാലും ഇന്റർനാഷണലി ലൈസൻസ് ഇവിടെ എടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ. സംഭവം അപാര മുതലാണ്. ഇതാണ് ഇവിടെ വലിയൊരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിനെ ഇതിങ്ങനെ പരിചയപ്പെടുത്തിയാൽ പോരാ, ഇത് ജസ്റ്റ് കിട്ടിയ ആവേശത്തിലൊന്നും നിങ്ങളെ കാണിച്ചതാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ട് എല്ലാവിധ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരു വീഡിയോ മാടെ നമ്മുടെ ചാനലിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക.
ഇതിന്റെ എന്തെല്ലാം ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹങ്ങളോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി ഈ വണ്ടി ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യത്തേക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ വണ്ടി കിട്ടൂല. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ്ക്ക് മാറ്റി ഇന്ത്യയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് സഫാരി കാർസ്. എന്തേ അല്ലേ? നമുക്ക് ഷുവർ. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ആകെ ഒരേ ഒരു വണ്ടിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം 3 കോടി ചില്ലാനാണ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഇത് വില കമ്മിയാണ്. ഇവിടെ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. 0 കിലോമീറ്റർ ഹമ്മർ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1.5 കോടി നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിൽ ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് കരുതുമ്പോൾ അത് കിട്ടാനും ഇല്ല കേട്ടോ. വണ്ടി റയർ സാധനം ഇമ്പോർട്ട് ചെയ്ത് വരുത്തി ഇവിടെ രജിസ്റ്റർ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വരും വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താം. അതിൻ്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതിയ പോലെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ത്രൂ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഹമ്മറിൻ്റെ ഒരു യുണീക്ക് സാധനമാട്ടത് ഈ മുകളിൽ വരുന്ന പഴയ ഹമ്മറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ലൈറ്റ്. അത് അതേപോലെ തന്നെ ഈ പുതിയ മോഡലിലും കൊടുത്തിട്ടുണ്ട്. ആ 3 ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടേ ഈ ഹമ്മറിന് എഴുതിയ ബാഡ്ജിങ്ങൊക്കെ കണ്ടെങ്കിൽ അടിപൊളി സ്റ്റൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പഴയ പ്രൗഢി ഒട്ടും വിടാതെ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മിററൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ക്യാമറയാണ്. മിറർ ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ആ തടിച്ചൊരു മസിൽ ലുക്കിൽ. നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാട്ടോ. അതായത് ഇതിൻ്റെ ബൂട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ ബൂട്ട് ഓപ്പണായി, ഇലക്ട്രിക്കലി ഓപ്പണായി. നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്താൽ അതേപോലെ ബൂട്ട് ക്ലോസ് ആവുകയും ചെയ്തു. ഇത് സംഭവം എന്താണോ, ഇങ്ങനെ തന്നെ കൊടുത്തത് നന്നായി. അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത് തുറക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രത്തോളം വെയിറ്റ് ഉണ്ട്. ഇവിടെ ഹമ്മർ EV എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് തുറക്കുന്നതോടുകൂടി ടെയിൽ ലാമ്പൊക്കെ ഒന്ന് അതിൻ്റെ സ്പേസൊക്കെ നിങ്ങൾ അപാര ബൂട്ട് സ്പേസ് ആട്ടോ. അപാര ബൂട്ട് സ്പേസ് പറഞ്ഞാൽ അപാര ബൂട്ട് സ്പേസ് ഉണ്ട്. ഇനി അതൊക്കെ സീറ്റും ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ്ടോ, ആ സീറ്റ് നമുക്ക് അവിടെ ഫോൾഡ് ചെയ്തു. ഇതാണ്ടോ, ഇത് നമുക്ക് ഇവിടെയും ഫോൾഡ് ചെയ്തു. ഈ 2 ബട്ടണിലും ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെയൊക്കെ ഹമ്മർ EV എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഡോറൊക്കെ എന്താ വെയിറ്റ് എന്നോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് സ്പെയർ വീലാണ്. ഇതിമ്മി ഹമ്മറിനുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്കിവിടെ GMC എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ GMC ആണ് ഇത് ഓൺ ചെയ്യുന്നതും പുറത്തിറക്കണതും. കാരണം 2010 ഹമ്മർ സ്റ്റോപ്പ് ചെയ്താണ്. അതിനുശേഷം ഇപ്പോൾ പുറത്തിറക്കുന്നത് GMC ആണ് അല്ലേ. EV മോഡൽസ് വരുന്നത്. നോർമലി പെട്രോൾ ഡീസൽ ഒന്നുമില്ല, ഓൺലി EV മോഡൽ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ എടുപ്പ് കാണുന്നുണ്ട് എന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സസ്പെൻഷൻ്റെ ഭാഗങ്ങളൊക്കെ സാധനങ്ങൾ കറക്കണമെന്നോ. ഇതിൻ്റെ കൂടുതൽ വിശദീകരണ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ഹമ്മറിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയാണ് ഈ അലോവീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ടയർ ഉണ്ടെങ്കിൽ ഓൾ ടെറൈൻ ടയർ തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് മുതൽ. എനിക്കേ സൈബർ ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ്ടോ, സൈബർ ട്രക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേറെ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടത്? ഹമ്മർ EV അല്ലേ? ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. ഹമ്മർ EV ആണ്. മസ്കുലർ മാത്രമല്ല, എനിക്ക് ഓടിച്ചിട്ടും പറ്റിയത് ആ വണ്ടി തന്നെയാണ്. ഹമ്മർ EV തന്നെയാണ്. ഇതും EV തന്നെയാണ്. അതായത് സൈബർ ട്രക്കും EV തന്നെയാണ്. ഈ 2 വണ്ടി നമുക്ക് പെട്ടെന്ന് കാണാൻ കിട്ടൂല. ദുബായിൽ തന്നെ ഞാൻ അന്വേഷിച്ചിട്ട് റയറാണ് ഈ സാധനം അല്ലേ. ഹമ്മർ EV റയറാണ്, ഇതും റയറാണ്. നമ്മൾ ടെസ്ലന്റെ സൈബർ ട്രക്ക് ഓൺലൈൻ ഡെലിവറിക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ദുബായിൽ നൂണ് പറഞ്ഞ കമ്പനി ഡെലിവറിക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. ദുബായിലെ ഗോൾഡ് സൂക്കില് പ്രൈസ് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ടെസ്ല അല്ലേ. അതെ. ഇതൊരു സംഭവം ആട്ടോ വണ്ടി. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ കാണാം. ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.